അങ്ങ് ഓച്ചിറ നിന്ന് വരുന്ന ഒരു പണ്ടാരവാ. കാളയുമായി ഇറങ്ങിയതാ. ഇവിടെല്ലാം കറങ്ങിയപ്പോ പണ്ടാരങ്ങളുടെ വീട് ഈ മല വഴിക്ക് ഇതേ ഉള്ളെന്നറിഞ്ഞു. എന്നാ പിന്നെ ഒന്ന് കയറാമെന്നും വെച്ചു. ഇവിടെ ചേച്ചി മാത്രമേ ഉള്ളൂ. എല്ലാരും പപ്പടം വെക്കാൻ പോയിരിക്കുക. നന്നായി. കുറച്ച് വെള്ളം കുടിക്കാൻ കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു. ഹേമം, നല്ല മോര്, പാകത്തിനുപ്പും പച്ചമുളകും ഉള്ളിയും അല്പം ഇഞ്ചിയും ഇട്ടിട്ടുണ്ടോ എന്നൊരു സംശയം. ഇത്ര സ്വാദോടെ മോരും വെള്ളം കുടിക്കൊരു ഭാഗ്യമാ. എന്താ അമ്പിയുടെ പേര്? നാണവാ. ഓച്ചിറപ്പരുദേവരുടെ നേർച്ച കാളയാ. കാളയ്ക്ക് എന്തെങ്കിലും നൽകാം. പണ്ടാരത്തിനും ആണ്ടവാ. ഭാഗ്യവാൻ. എവിടെ ആയിരുന്നു? കിഴക്കൻ പ്രദേശത്ത് നിന്ന് കറങ്ങി. കോളം വല്ലതും കിട്ടിയോ മാധു? തന്റെ കാള നേരത്തെ ഇരണ്ടപ്പോ ഞങ്ങൾക്കൊരു സംശയം. ആ, കുറച്ചു നാളായില്ലേ ഇവിടെ ഒക്കെ കണ്ടിട്ട്. പറ. ഒരു ചെറിയ കോള് കിട്ടി. കോള് മുറുക്കി ഞാൻ അങ്ങോട്ട് കൂടുക. മലവഴിക്കൊരു വീട്ടിൽ കാളയുമായുള്ള പോക്ക് മതിയാക്കുക. പിന്നെ ഇതിനേക്കാൾ നല്ല ആദായമാ പപ്പടത്തിന്റെ പണി. മാറ്റ്നിയുടേതാ. ഈ സുന്ദരാമ്പാള പാറശാല തങ്കപ്പന്റെ പക്കാല കേട്ടിട്ട് രോമാഞ്ചം കൊണ്ട് പൊന്മോതിരം ഊരി കൊടുത്തത്. അല്ല, പട്ടാമ്പാടയും മോശമല്ല. എന്തൊരു ശരീരം! കണ്ട പെണ്ണുങ്ങളുടെ ശരീര വർണ്ണനയ്ക്ക് ഇയാൾക്ക് നാണയില്ലേ? അത് ഈ നട്ടിച്ച നേരത്ത് എന്നെ കൊണ്ടൊന്ന് ശല്ലിക്കണ്ട. ഓടക്കല്ലേ അമ്മയാരെ. ആരെങ്കിലും കണ്ടാൽ എന്തോ വിചാരിക്കും? കല്യാണം കഴിഞ്ഞിട്ട് 10 നാൾ പോലും ആയിട്ടില്ല. അതൊക്കെ നിങ്ങൾ തുടങ്ങി വെച്ച്. എന്ത് തുടങ്ങിയെന്നാ? ഓച്ചിറ പരദേവരാണ് സത്യം. എല്ലാം നിർത്തി. നിന്നെ ആദ്യ ദിവസം കണ്ടപ്പോ തന്നെ മോരും വെള്ളം കുടിച്ചപ്പോ തന്നെ കെട്ടണമെന്ന് വിചാരിച്ച. പിന്നെ നിന്റെ പപ്പടത്തിന്റെ രുചി അറിഞ്ഞപ്പോ കെട്ടിയേ അടങ്ങുന്നായി. അതിനുവേണ്ടി നിന്റെ തള്ളയും സോപ്പിട്ടു. അതിനുവേണ്ടി ഞാൻ പെട്ട പാട്. എന്റെ കാളെ വരെ വിൽക്കേണ്ടതായി വന്നു. അത്രയും സ്നേഹമുള്ള ആളായിരുന്നേൽ തൊട്ടടുത്ത് ശ്രീമുരുകൻ പടം വന്നിട്ട് നല്ലവരുടെ സമയത്ത് പോലും ഒന്നു കൊണ്ടുപോയി കാണിച്ചോ? കൊട്ടകയുടെ മുന്നിൽ കൂടി പോന്നപ്പോ കാണാത്ത ഭാവത്തിലൊരു നടത്തം. നല്ല പാട്ടുണ്ടെന്ന് എല്ലാരും ചൊല്ലണത്.
ഇപ്പൊ എന്നാ പാട്ട്. പുളിമൂട്ട, കാളിയന്റെ സിനം, NS കൃഷ്ണൻ, TA മധുരം. പടം കാണണേ, തമിഴ് പടം കാണണം. പാട്ട് കേൾക്കണേ, തമിഴ് പടം തന്നെ കാണണം. കഴിഞ്ഞ തവണ പഴനിക്ക് പോയപ്പോ പൊള്ളാച്ചി വെച്ച് ശിവകവി കണ്ടു. എന്നാ പാട്ട്. ത്യാഗരാജ ഭാഗവതരുടെ പടം കണ്ടിട്ടുണ്ടോ? ശിവകവി. വിശാലമായ നെറ്റിയിൽ ചന്ദ്രക്കല പോലെ പൊട്ടും തൊട്ട് കഴുത്തോളം നീട്ടി വളർത്തിയിട്ടിരിക്കുന്ന തലമുടി 2 കൈ കൊണ്ടൊന്ന് തട്ടി നിവർത്തി ഭാഗവതർ നീട്ടി ഒരു രാഗം വെച്ച് പിടിച്ചാൽ എന്നാ പറയാൻ, പെണ്ണുങ്ങളുടെ സൗണ്ട് പോലും തോറ്റു. അവിടെയും കടശയിൽ പെണ്ണുങ്ങളിൽ കൊണ്ട് നിർത്തി. അമ്മയാരെ, ഞാൻ തോറ്റിരിക്കുന്നു. ഇങ്ങനെ മുന്നോട്ട് പോയാ നമ്മൾ എവിടെ ചെന്ന് നിൽക്കും? മാതുപ്പണ്ടാരത്തിന്റെ പപ്പടം ഈ മലമ്പ്രദേശത്തെ എല്ലാ വീടുകളിലും എത്തണം. മാതുപണ്ടാരം സംസാരിച്ചാണല്ലോ വരവ്. കൊട്ടയിലെന്താ? പണ്ടാരത്തിന്റെ കൊട്ടയിൽ പപ്പടമല്ലാതെ എന്ത് കാണാനാ? ഇപ്പൊ ഇതെല്ലാം കൊണ്ടിറങ്ങിയത്. ഓണത്തിന് ഇനിയും ദിവസമുണ്ടല്ലോ. മാധുവിന്റെ പപ്പടം ഓണത്തിനോ സംക്രാന്തിക്കോ വേണ്ടി മാത്രമല്ല, എന്നും ഉപയോഗിക്കാം. എന്റെ പപ്പടം ഈ നാട്ടിലെ എല്ലാ ആളുകളും കണ്ടിരിക്കണം. കണ്ടിരുന്നാൽ മാത്രം പോരാ, തിന്നുകയും വേണം. ഈ പ്രദേശത്തെ എല്ലാ വീട്ടിലും എന്റെ പപ്പടത്തിന്റെ പൊരിച്ച മണം അടിക്കണം. പൊരിച്ചെങ്ങനെ അടിക്കണേ? എണ്ണ വേണ്ടായോ? ഇവിടേക്ക് ആളുകള് ആണ്ടിലൊരിക്കലാ പപ്പടം വാങ്ങുന്നത്, അതും തിരുവോണത്തിന്. എന്തിനാ എണ്ണ? എന്റെ പപ്പടത്തിന് എണ്ണ വേണ്ട. തീ കിട്ടുമല്ലോ, തീയിലൊന്ന് കാട്ടിയാ മതി. തീയിൽ കിട്ടാൻ പപ്പടം കൊള്ളുവോ? മണം കിട്ടുവോ? ഇപ്പോഴത്തെ പപ്പടം മുഴുവൻ കപ്പപ്പൊടിയാ. ഉഴുന്ന് എവിടുന്ന് കിട്ടാൻ? നോക്കിക്കേ, ഈ കെട്ടിൽ ഏതെങ്കിലും ഒരു പപ്പടം എടുത്താട്ട്. തമ്മി നോക്കാനല്ല, ഒരു പപ്പടം എടുത്താട്ട്. വീട്ടുകാരി അടുപ്പിൽ നിന്ന് ഒരു കൊള്ളി തീ എടുത്താട്ട്. അപ്പോഴേ ഇവിടെ വീട് ഇതാണ് മാധുവിന്റെ പപ്പടം. ഇത് ഓണത്തിന് മാത്രം തിന്നേണ്ടതല്ല, ആർക്കും എപ്പോഴും 5 നിമിഷത്തിനകം തിന്നാവുന്നതാണ്. മാളോരും ഇവിടെ ഇല്ലായിരിക്കും. ഞാൻ ഇറങ്ങാം. പപ്പടത്തിന് തരാൻ കാശൊന്നും? കാശായിട്ട് തരണമെന്നില്ല, നെല്ലായിട്ടോ ചീനിയായിട്ടോ. ആരും ഇല്ലേ വളരെ? പപ്പടം വേണ്ടേ? ആരും ഇല്ലെന്നാ തോന്നുന്നു. വീട്ടുകാരില്ലേ? പപ്പടം അയ്യോ, എന്റെ പൊന്നും കൂടെ ഇങ്ങ് വന്നേ. എന്തുവാ ചക്കരയുടെ പേര്? എന്തുവാ? യോ, ഇങ്ങോട്ടൊന്ന് നോക്കിയേ, ഇതാരാന്നോ? ദേ ഇത് കണ്ടോ, ഇതാണ് ഞെട്ടില്ല വട്ടേല.
പുറപ്പാട് കടങ്കഥയുമായിട്ടാണല്ലോ. അങ്ങനൊന്നുമില്ല, മാധുവിന്റെ പപ്പടം. ഓണക്കച്ചവടം എങ്ങനെ? കേമം തന്നെ. കാപ്പി കടക്കാര് തറയെ നിർത്തുകയല്ല. ബോളി പപ്പടം വേണം, മറ്റേ പപ്പടം വേണം, മറിച്ച പപ്പടം വേണം. ഉത്സവ സീസണും വരുന്നു. പിന്നെ നമ്മുടെ പപ്പടത്തിന് നല്ല മാർക്കറ്റാ. ആണ്ടവർ കൃപ. എല്ലാം മാധുപ്പണ്ടാരത്തിന്റെ കൈപ്പുണ്യ. അത് മതി, മാധുവിന്റെ പുണ്യം എല്ലാരും അറിഞ്ഞാ മതി. മോളെ, ഓണം ഉണ്ണുമ്പോ മാധുവിനെ ഓർക്കണം. അത് പിന്നെ പറയണോ? ആദ്യം വിളമ്പുന്നത് പപ്പടമല്ലേ? അത് മതി, ഓർമ്മ ഇരുന്നാ മതി. കാശ് കാണാമല്ലോ, ഇനി ഈ വഴി വരുന്നവനല്ലേ. മോളെ ഇറങ്ങട്ടെ. മൂക്കും അമ്മയ്ക്കും മാധുവിന്റെ പപ്പടം സ്പെഷ്യൽ കൊണ്ടുവരുന്നുണ്ട്. സത്യം പറഞ്ഞ അരക്കീറ് പപ്പടം പോലും ശേഷിച്ചിട്ടില്ല. ശേഷിച്ചിട്ടില്ല. അതാണ് ഈ മാധുവിന്റെ മിടുക്ക്. സോപ്പിട്ടാണ് ഞാൻ ഈ പപ്പടം വീട് വീണ്ടാന്നേരം കൊണ്ട് വിറ്റതെന്ന് അസൂയക്കാരാ പറയുന്നത്. അതുകൊണ്ടാ സോപ്പെന്ന് തന്നെ എല്ലാരും വിളിക്കുന്നത്, ഇല്ലയോ? ഓച്ചിറപ്പരിദേവരുടെ കാളയായിരുന്നു ഇത്രയും നാളെന്റെ ശരീരം. ആ ശരീരം ഇനി ഈ നാട്ടിൽ ഓരോ വീട്ടിലും പ്രയോജനപ്പെടുത്തണം. എന്റെ പപ്പടം ഈ മലമ്പ്രദേശത്തുള്ള എല്ലാ വീടുകളിലും എത്തിക്കണമെന്ന പരദേവരുടെ കൽപ്പിതം. അതിനുവേണ്ടി എത്ര പെണ്ണുങ്ങളെ ഏതെല്ലാം വീട്ടിൽ ചെന്ന് സോപ്പിടാനും ഞാൻ തയ്യാറാ. താൻ എവിടെ പോയി സോപ്പിട്ടാലും എനിക്കൊന്നുമില്ല. അതല്ല മാണോരെ, എന്റെ പപ്പടത്തിന്റെ രുചി അറിയാതെ ഈ പ്രദേശത്ത് അത്താഴമില്ല. താൻ അത്താഴത്തിന്റെ കാര്യമാണോ പറഞ്ഞേ? അതിനു മുമ്പ് അവനെ അങ്ങ് തട്ടാം. എലിയേ, നീ വന്നോ? ഇങ്ങെടുത്തോണ്ട് വാ. കേട്ടോ മാധു, ഓണത്തിന് വെച്ചിരിക്കുന്നതാ, നമുക്ക് ഇന്നങ്ങ് തുടങ്ങാം. എല്ലാം മാളോരുടെ മനസ്സ്. മറ്റവൻ മാത്രമായിട്ടൊന്നും ആകുന്നില്ല. ഇവൻ കൂടെ അങ്ങ് ചെന്നെങ്കിലേ അത്താഴത്തിനൊരു സുമാറുള്ളൂ. വെറുതെ കുളിച്ചുകൊണ്ടായില്ല, എന്തെങ്കിലും ഒന്ന് തിന്നു കുടിക്കണം. അതിനിപ്പം എന്തെങ്കിലും ഉണ്ടോടി? മാധുവിന്റെ പപ്പടം കാണുവേ, ഒന്നങ്ങ് ചുട്ടു കിട്ടിയാലും മതിയേ. ആണ്ടവർ കൃപ കൊണ്ട് ഇതുവരെ അതൊന്ന് വായി തൊടാനും സാധിച്ചില്ല. ഇവൻ ചില്ലറക്കാരനല്ല, തെങ്ങമത്തെ കള്ളും തക്കലയിലെ ചക്കരയും കൊണ്ട് വാറ്റിയതാ. ഇവൻ അകത്ത് ചെന്നാൽ അണ്ടിയാപ്പീസിലെ കുഴല് പോലെ ആകും കുടല് പൊഹ. അല്ല, പപ്പടം തന്റെ ഒരു പപ്പടം ഇവനെ തീ കണ്ടാ മതി കത്തും.
ക്രമം. ഞാൻ ഇന്നലെ വിട്ടു. ഞാനും വിട്ടു. ജോത്സ്യരെ, എന്റെ കയ്യിലുള്ള ചീട്ട് ഏതാണെന്ന് പറയാമോ? എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? നേരെ ഇരി. കൈ നോക്കി കളിയാണെങ്കിൽ മറയ്ക്കുന്നത് എന്തിനാ? ഇതെന്തിരിപ്പ? ഓണമായിട്ട് ഊണും വേണ്ട, കാപ്പിയും വേണ്ട. ഇപ്പൊ വരും എന്ന് വിചാരിച്ച് എത്ര നേരം കാത്തിരിക്കുന്നേ? ചെറുപ്പെന്താ? ആദ്യം റാണിയാ. ഓണമായിട്ട് എനിക്ക് വീട്ടിൽ കാവലിരിക്കാൻ വയ്യ. നിങ്ങൾ അങ്ങോട്ട് വരുന്നുണ്ടോ? നിനക്ക് ഞാൻ ഇപ്പം വന്ന് എന്ത് വേണം? ഞാൻ നിർത്തി.